Dear students, Algorithmic Thinking with Python Module 3 നമുക്ക് ഇന്ന് while loop ഡിസ്കസ് ചെയ്യാം. So with the while loop, we can execute a set of statement as long as the condition is true. Condition true ആയിരിക്കുന്നിടത്തോളം കാലം നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ അതിനകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യാം. ഒരു എക്സാമ്പിൾ നോക്കാം. പ്രിൻറ്റ് I as long as I is less than 6. I less than 6 ആകുന്നത് വരെ നമുക്ക് എന്ത് ചെയ്യണം, ഇതിൻ്റെ ഇത് I പ്രിൻ്റ് ചെയ്ത് വരണം. അപ്പോൾ ഫസ്റ്റ് I is equal to 1 എന്ന് ഇനീഷ്യലൈസ് ചെയ്തു. അതിനുശേഷം while I less than 6, ഐയുടെ വാല്യൂ ലെസ് ദാൻ 6 ആകുന്നത് വരെ ലൂപ്പാണ്, അതുകൊണ്ട് തന്നെ കോളൻ ഇടണം. അത് കഴിഞ്ഞ് എൻ്റർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ലൂപ്പിനകത്ത് എഴുതുന്നതെല്ലാം പൈത്തണിൽ ഇൻഡൻറ്റേഷൻ ഇട്ടിട്ട് വേണം, ഒരു സ്പേസ് ഇട്ടിട്ട് വേണം എഴുതാൻ. പ്രിൻ്റ് I, എൻഡ് കൊടുത്തു. I ഈക്വൽ ടു I പ്ലസ് 1, അതിന് നമുക്ക് അങ്ങനെ എഴുതാം, I പ്ലസ് ഈക്വൽ ടു 1 എന്ന് എഴുതാം. ഈ കോഡ് റൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, ഇനീഷ്യലി ഐയുടെ വാല്യൂ 1 ആയിരുന്നു. അത് അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കുന്നു, ഐയുടെ വാല്യൂ ലെസ് ദാൻ 6 ആണോ, ആണ്, അങ്ങനെയാണെങ്കിൽ അത് പ്രിൻറ്റ് ചെയ്യുന്നു. അടുത്ത എന്ത് ചെയ്യുന്നു, I ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു. ഒരു 1 വെച്ചിട്ടാണ് ഇൻക്രിമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ I 2 ആയി. 2യുടെ വാല്യൂ ലെസ് ദാൻ 6 ആണോ എന്ന് നോക്കുന്നു, ആണ്, അപ്പോൾ 2 പ്രിൻറ്റ് ചെയ്യുന്നു. അവസാനം 5 വരുന്നു, 5ഉം ലെസ് ദാൻ 6 ആണ്, അത് പ്രിൻറ്റ് ചെയ്യുന്നു. ഒന്നുകൂടെ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു, 6 വരുന്നു. 6 എന്ന് പറയുന്നത് ലെസ് ദാൻ 6 അല്ല, അതുകൊണ്ട് 6 പ്രിൻറ്റ് ചെയ്യില്ല. ഇങ്ങനെയാണ് ഒരു വൈൽ ലൂപ്പ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഫോർ ലൂപ്പും വൈൽ ലൂപ്പും തമ്മിൽ ഡിഫറൻസ് എന്തായിരുന്നു, നമ്മൾ ഫോർ I ഇൻ റേഞ്ച്, നമ്മൾ റേഞ്ച് കൊടുത്തിരുന്നു. K ആണെന്നുണ്ടെങ്കിൽ 0 മുതൽ K-1 വരെ ഒരെണ്ണം ഒരു ഇൻക്രിമെൻറ്റിൽ അത് വർക്ക് ചെയ്യുമായിരുന്നു. പക്ഷേ ഇവിടുത്തെ കേസിൽ നമുക്ക് എന്ത് ചെയ്യണം, അതൊറ്റ സ്റ്റേറ്റ്മെൻറ്റ് മാത്രം എഴുതിയാൽ മതിയായിരുന്നു അല്ലേ. 4I ഇൻ റേഞ്ച് ഓഫ് K കൊടുത്ത് പ്രിൻ്റ് I എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് എല്ലാം പ്രിൻറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ആ ഫോർ ലൂപ്പും ഇവിടെ വൈൽ ലൂപ്പും തമ്മിൽ ഡിഫറൻസ് എന്തായിരുന്നു, നമുക്ക് I ഈക്വൽ ടു 1 എന്നുള്ള കാര്യം, ഐയുടെ വേരിയബിൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ എന്നുള്ള കാര്യം നമ്മൾ ഇനീഷ്യലൈസ് ചെയ്ത് കൊടുക്കണം. മറ്റേ ഫോറിൻ്റെ കേസിൽ 0ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് വരുമായിരുന്നു. ഇവിടെ നമുക്ക് തുടക്കത്തിൽ തന്നെ എന്താണെന്നുള്ളത് നമ്മൾ ഇനീഷ്യലൈസ് ചെയ്ത് കൊടുക്കണം. മാത്രമല്ല ഫോർ ലൂപ്പിൻ്റെ കേസിൽ അതിനകത്ത് തന്നെ ഇൻക്രിമെൻറ്റ് ബൈ 1 ആയിരുന്നു. പക്ഷെ വൈൽ ലൂപ്പിൻ്റെ കേസിൽ ഇൻക്രിമെൻ്റ് ചെയ്യുന്ന കാര്യം നമ്മൾ എടുത്തു പറയുക വേണം. ഈ ഒരു രണ്ട് ഡിഫറൻസ് ആണ് ഫോർ ലൂപ്പും വൈൽ ലൂപ്പും കോഡ് എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ I ഇൻക്രിമെൻ്റ് ചെയ്യാൻ മറന്നു പോകരുത്. I ഇൻക്രിമെൻ്റ് ചെയ്തില്ല എന്ന് വിചാരിക്കുക, എന്തായിരിക്കും സംഭവിക്കുക, ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും, ഇത് ഇൻഫിനിറ്റ് ലൂപ്പായിട്ട് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും അല്ലേ. ആദ്യം I ഈക്വൽ ടു 1 വരുന്നു, അത് ലെസ് ദാൻ 6 ആണ്. പിന്നെ ഇത് ഇൻക്രിമെൻ്റ് ചെയ്യുന്നില്ലെങ്കിൽ എപ്പോഴും എന്ത് ചെയ്യും, ഇത് I പ്രിൻറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ ലൂപ്പ് വിൽ കണ്ടിന്യൂ ഫോർ എവർ. ഇനി ഈ ലൂപ്പിനെ കൺട്രോൾ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വൈൽ ലൂപ്പിനെ കൺട്രോൾ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ് ബ്രേക്ക്, കണ്ടിന്യൂ, അതുപോലെ തന്നെ പാസ്, ഈ 3 സ്റ്റേറ്റ്മെൻറ്റുകളാണ്. അപ്പോൾ ഈ മൂന്നും എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. സെയിം പ്രോബ്ലം തന്നെ കൺസിഡർ ചെയ്യാം. I is equal to 1, while I less than 6, പ്രിൻ്റ് I, എൻഡ് കൊടുത്തു. ഇനി നമ്മൾ കണ്ടീഷൻ കൊടുക്കുകയാണ്, ബ്രേക്ക് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കണം. സോ ഇഫ് I ഡബിൾ ഈക്വൽ ടു 3, ഐയുടെ വാല്യൂ 3 ആണ് എങ്കിൽ ഇത് ബ്രേക്ക് ചെയ്യണം. I പ്ലസ് ഈക്വൽ ടു 1, I ഇൻക്രിമെൻറ്റ് ചെയ്യണം. അപ്പോൾ എന്ത് സംഭവിക്കും, ആദ്യം I ഈക്വൽ ടു 1 ആണ്, 1 ഡബിൾ ഈക്വൽ ടു 3 ആണെങ്കിലാണ് ബ്രേക്ക് ചെയ്യേണ്ടുള്ളൂ. ആദ്യം I ലെസ് ദാൻ 6 ആണോ നോക്കും, ആണ്, അത് പ്രിൻറ്റ് ചെയ്തു. അടുത്തത് I 2 വന്നു, I 2 ലെസ് ദാൻ 6 ആണ്, സോ അത് ഡബിൾ ഈക്വൽ ടു 3 ആണെങ്കിലേ ബ്രേക്ക് ചെയ്യണ്ടുള്ളൂ. അപ്പോൾ ഇത് കണ്ടീഷൻ വർക്ക് ചെയ്യുന്നില്ല, അത് പ്രിൻറ്റ് ചെയ്തു. അതുപോലെ തന്നെ മൂന്നാമത്തും പ്രിൻറ്റ് ചെയ്തു. ഇനി മൂന്നാമത്തത് എന്ത് സംഭവിക്കുന്നു, 3 എന്ന് വന്നു. 3 എന്ന് വരുന്ന സമയത്ത് നമ്മുടെ I ലെസ് ദാൻ 6 ആണ്, സോ 3 പ്രിൻറ്റ് ചെയ്തു. ഇനി I 3 വന്നപ്പോൾ എന്ത് സംഭവിക്കണം, അവിടെ വെച്ച് നമ്മുടെ ലൂപ്പ് ബ്രേക്കായി, പിന്നെ ഒന്നും വർക്ക് ചെയ്യില്ല. കണ്ടിന്യൂലേക്ക് വരുന്ന സമയത്ത് എന്ത് വരുന്നു, I ഈക്വൽ ടു 1, പ്രോഗ്രാമൊക്കെ സെയിം തന്നെയാണ്. ഈ I ഡബിൾ ഈക്വൽ ടു 3 ആണെങ്കിൽ കണ്ടിന്യൂ ചെയ്യണം. അങ്ങനെ കണ്ടിന്യൂ ചെയ്യുമ്പം എന്ത് സംഭവിക്കുന്നത്, I ഡബിൾ ഈക്വൽ ടു 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് കണ്ടീഷനിലാണോ കണ്ടിന്യൂ പറഞ്ഞത് ആ സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യില്ല. ഇപ്പോൾ I ഡബിൾ ഈക്വൽ ടു 3 എന്ന് പറഞ്ഞപ്പോൾ 3 പ്രിൻറ്റ് ചെയ്യില്ല, പക്ഷേ കണ്ടിന്യൂ ആണ്, ഇത് നമുക്ക് ലൂപ്പ് കണ്ടിന്യൂ ചെയ്തോളാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ളത് പ്രിൻറ്റ് ചെയ്ത് വരും. പാസ് ആണെങ്കിൽ എന്ത് സംഭവിക്കും, I ഡബിൾ ഈക്വൽ ടു 3 ആണെങ്കിൽ കൂടിയും, I ഡബിൾ ഈക്വൽ ടു 3 പാസ് ആണെങ്കിലും നമുക്ക് എന്ത് വർക്ക് ചെയ്യും, പാസ് ആണ്, സോ 3 കൂടെ പ്രിൻറ്റ് ചെയ്തിട്ടായിരിക്കും വരിക. ഇവിടെ നമുക്ക് നേരത്തെ പ്രോഗ്രാം ഇത് തമ്മിൽ വ്യത്യാസം, I ലെസ് ദാൻ 6 പ്രിൻറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ 5 വരെ പ്രിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ.
ഇവിടെ നമ്മൾ I ലെസ് ദാൻ 6 കൊടുത്തു, പക്ഷേ കണ്ടിന്യൂഡ് കേസിലും പാസിന്റെ കേസിലും നമുക്ക് 6 കൂടെ പ്രിന്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ I പ്ലസ് ഈക്വൽ ടു 1 എന്നുള്ളത് നമ്മൾ പ്രിന്റ് ചെയ്യുന്നതിന് മുമ്പേ അത് നടക്കുകയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യും, 6 കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കും കണ്ടിന്യൂഡ് കേസിലും പാസിന്റെ കേസിലും വരുന്നത്. ഇനി നമുക്ക് ഇത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള നമുക്ക് 1-2 എക്സാമ്പിൾസ് നോക്കാം. ഒരു പ്രോബ്ലം, ഫൈൻഡിങ് nth ഫിബൊനാച്ചി നമ്പർ. അപ്പോൾ നമുക്ക് ഫിബൊനാച്ചി നമ്പർ എന്താണെന്ന് അറിയണം. സോ ഫിബൊനാച്ചി നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സീരീസ് ഇങ്ങനെയാണ്, ഫിബൊനാച്ചി സീരീസ് ഇങ്ങനെയാണ്. 0, 1 അത് ഫിക്സ്ഡ് ആണ്. 0, 1, 0യും 1ഉം പ്രീവിയസ് രണ്ടെണ്ണം തമ്മിൽ ആഡ് ചെയ്യുന്നതായിരിക്കും ബാക്കി വരുന്നതെല്ലാം. 0യും 1ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 1, 1, 1 ആഡ് ചെയ്യുമ്പോൾ 2, 2, 1 ആഡ് ചെയ്യുമ്പോൾ 3, 3, 2 ആഡ് ചെയ്യുമ്പോൾ 5, അങ്ങനെ പോകും. അപ്പോൾ നമുക്ക് ആദ്യം എത്ര എണ്ണം വേണം, എത്രാമത്തതാണ് വേണ്ടത് എന്നുള്ളത് വേണം. ഇപ്പോൾ ഏഴാമത്തത്, നമുക്ക് ഇവിടെ ഒരു എക്സാമ്പിളിൽ 7 കൊടുത്തിരിക്കുന്നത്. സോ ഏഴാമത്തത് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് ഇൻപുട്ട് എൻ്റർ ദ വാല്യൂ ഓഫ് n-ൽ 7 എന്ന് കൊടുക്കുന്നു. അതിനുശേഷം n-ന്റെ വാല്യൂ ലെസ് ദാൻ 0 ആണെങ്കിൽ നമുക്ക് ഈ കൊടുക്കുന്ന n-ന്റെ വാല്യൂ എന്തായിരിക്കണം, എപ്പോഴും ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. n-ന്റെ വാല്യൂ ലെസ് ദാൻ 0 ആണെങ്കിൽ ഇൻവാലിഡ് ഇൻപുട്ട്, അല്ലെങ്കിൽ എൻ്റെ പോസിറ്റീവ് വാല്യൂ എന്ത് വേണമെങ്കിലും പറയാം. ഇനി അല്ല, n-ന്റെ വാല്യൂ 1 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് നമ്മുടെ ഫസ്റ്റ് ഫിബൊനാച്ചി നമ്പർ 0 ആണ്. അത് നമുക്ക് മാറില്ല, അത് നമ്മൾ ഡിഫൈൻ ചെയ്യാൻ വേണം. n-ന്റെ വാല്യൂ 2 ആണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഫിബൊനാച്ചി നമ്പറും എന്ത് തന്നെയാണ്, 1 ആണ് എന്ന് തന്നെ പ്രിന്റ് ചെയ്യണം. ഇനി പിന്നെ വരുന്നതിനാണ് ശേഷമാണ് എന്ത് ചെയ്യുക, നമ്മൾ പ്രീവിയസ് രണ്ടും തമ്മിൽ ആഡ് ചെയ്ത് പോവുക. ഇനി ഈ 3 കേസും അല്ല എങ്കിൽ, അപ്പോൾ ഇഫ് n ലെസ് ദാൻ 0 ആണെങ്കിൽ ഇൻവാലിഡ് എന്ന് പറയുന്നു. n ഈക്വൽ ടു 1 ആണെങ്കിൽ നമുക്ക് 0 എന്ന് പ്രിന്റ് ചെയ്യണം. n ഈക്വൽ ടു 2 ആണെങ്കിൽ 1 എന്നും പ്രിന്റ് ചെയ്യണം. ഈ കേസുകൾ ഒന്നുമല്ല എങ്കിൽ നമ്മുടെ ഫിബൊനാച്ചിയുടെ ശരിക്കുള്ള കോൺസെപ്റ്റ് അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ്, ആദ്യം a ഈക്വൽ ടു 0 എന്നും b ഈക്വൽ ടു 1 എന്നും നമ്മൾ അസൈൻ ചെയ്യണം. കാരണം ഇത് ഫിക്സ്ഡ് ആണ്. ഇത് തുടക്കത്തിൽ നമുക്ക് പ്രോഗ്രാമിലേക്ക് ചെയ്യുന്നില്ല, ഇനീഷ്യലൈസ് ചെയ്യാണ്. a ഈക്വൽ ടു 0 എന്നും b ഈക്വൽ ടു 1 എന്നും ചെയ്തു. ഇനി രണ്ട് നമ്പേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് മുതൽ 0th പൊസിഷനും ഫസ്റ്റ് പൊസിഷനും കഴിഞ്ഞു, സെക്കൻഡ് പൊസിഷൻ മുതൽ n-1 വരെ. അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കും, n-1 വരെ 2, n എന്ന് കൊടുക്കും. എന്ത് ചെയ്യണം, നമ്മൾക്ക് ഇത് ആഡ് ചെയ്യണം. ആഡ് ചെയ്യുന്ന ഏതൊക്കെയാണ്, പ്രീവിയസ് രണ്ടെണ്ണം തമ്മിൽ ആഡ് ചെയ്യണം. a പ്ലസ് ബി ചെയ്യണം, a പ്ലസ് ബി ചെയ്യണം. അതോടൊപ്പം തന്നെ ഈ ബിയുടെ വാല്യൂ a ആയിട്ട് അസൈൻ ചെയ്യണം. ആഡ് ചെയ്തത് ബിയിലും സേവ് ചെയ്യണം. എന്നിട്ട് നമുക്ക് എന്ത് കൊടുക്കണം, പ്രിന്റ് ബി പ്രിന്റ് ചെയ്യണം. അപ്പോൾ ഫിബൊനാച്ചി വാല്യൂ ഒരു 4 ആണ്. 4th വാല്യൂ ആണ് പ്രിന്റ് ചെയ്യാൻ വന്നാൽ നമുക്ക് എന്ത് കിട്ടണം, 2 എന്ന് കിട്ടണം. അപ്പോൾ നമുക്കത് എങ്ങനെ കിട്ടും, ഫസ്റ്റ് 0യും 1ഉം എക്കും ബിക്കും അസൈൻ ചെയ്തു. ദെൻ എയുടെ വാല്യൂ 0 ആണ്, ബിയുടെ വാല്യൂ 1 ആണ്. അടുത്ത കേസിൽ എന്ത് വരുന്നു, ഈ ബിയുടെ വാല്യൂ 1 എന്ന് പറഞ്ഞ വാല്യൂ എയിലേക്ക് പോകുന്നു. എയും ബിയും കൂടെ ആഡ് ചെയ്തത്, 0യും 1ഉം കൂടെ ആഡ് ചെയ്തത് നമ്മൾ ബിയിൽ സേവ് ചെയ്യുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, 4 i in റേഞ്ച് അടുത്ത റേഞ്ചിലേക്ക് വരുന്നു. ഐയുടെ വാല്യൂ 2 ടു നെക്സ്റ്റ് 2 മുതൽ തുടങ്ങി അടുത്ത 3ലേക്ക് വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും, ഈ 0, 1 എന്ന് പറഞ്ഞ വാല്യൂ എയിലുണ്ടായിരുന്നു. 0യും 1ഉം കൂടെ ആഡ് ചെയ്ത വാല്യൂ ആ 1ഉം എവിടെ ഉണ്ടായിരുന്നു, ബിയിലുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത കേസ് വരുന്ന സമയത്തേക്ക് എന്ത് സംഭവിക്കും, ഈ ബിയുടെ 1 എന്ന് പറയുന്ന വാല്യൂ എയിലേക്ക് അസൈൻഡ് ആവും. 1ഉം 2ഉം കൂടെ ആഡ് ചെയ്ത റിസൾട്ട് എവിടെ സേവ് ആവും, ബിയിൽ സേവ് ആവും. അപ്പം എന്ത് വരും, 2 എന്ന് വരും. അങ്ങനെയാണ് ഈ പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. നമ്മളിപ്പോൾ 7 ആണ് കൊടുക്കുന്നതെങ്കിൽ 7th വാല്യൂ ആയിട്ടുള്ള a പ്രിന്റ് ചെയ്യും. ഇനി ഫിബൊനാച്ചിയിൽ തന്നെ ഓരോന്നും എൻ്റർ ചെയ്യാൻ ചോദിച്ചാൽ, ഫിബൊനാച്ചി സീരീസ് ആയിട്ട് എൻ്റർ ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഇത് nth വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യായിരുന്നു. ഇനി സീരീസ് എൻ്റർ ചെയ്യാനാണ് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, സെയിം പ്രോഗ്രാമിലേക്ക് തന്നെ വരാം. നിങ്ങൾക്ക് ഇവിടെ ഇനീഷ്യലൈസ് ചെയ്ത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവിടെയും എഴുതാവുന്നതാണ്. ഇനി ലോജിക്കിലേക്ക് വരുമ്പോൾ എയുടെ വാല്യൂ 0 ആയിട്ടും ബിയുടെ വാല്യൂ 1 ആയിട്ടും തന്നെ കൊടുക്കും. നമുക്ക് ഇത് പ്രിന്റ് ചെയ്യണം. ഫിബൊനാച്ചി സീരീസ് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 4 i in റേഞ്ച് n നമുക്ക് എന്ത് ചെയ്യണം, ഓരോ തവണയും ഈ വാല്യൂ ഇവിടെ ഒരു പ്രിന്റ് കൊടുത്തിട്ട് ഓരോ തവണയും എയിലേക്ക് അസൈൻ ചെയ്യുന്ന വാല്യൂ എന്താണോ അത് പ്രിന്റ് ചെയ്ത് വരണം. അപ്പോൾ n ഈക്വൽ ടു 7 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 7 വരെ എന്ത് ചെയ്യും, ഫിബൊനാച്ചി സീരീസ് പ്രിന്റ് ചെയ്ത് വരും. ആദ്യത്തെ 0 വരുന്നു, പിന്നെ 1 വന്നു,
ദെൻ ഇത് 0യും 1ഉം കൂടെ ആഡ് ചെയ്തിട്ടുള്ളത് എ പ്ലസ് ബി എന്ന് കൊടുക്കുന്നത് കൊണ്ട് തന്നെ അത് ആഡ് ചെയ്ത് ബിയിലേക്ക് സേവ് ചെയ്യുന്നു. ബിയുടെ വാല്യൂ നമ്മൾ എയിലേക്ക് അസൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എടുത്തത് 2 3 5 8 അങ്ങനെ കിട്ടും. താങ്ക് യു.